അനുമോളും നെവിനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. നെവിൻ അനുമോളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. എനിക്ക് നിന്നോട് യാതൊരുവിധ പ്രശ്നവുമില്ല, നിന്നെ ഒറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല എന്ന് നെവിൻ അനുമോളോട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് എപ്പിസോഡ് അവസാനിച്ചപ്പോഴാണ് ഈ ഒരു സീൻ കാണിച്ചത്. ഇന്നത്തെ ടാസ്കിൽ അക്ബർ ജയിച്ചപ്പോൾ അക്ബറിന് കുറേ ചിക്കൻ ഫ്രൈ കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു മൂലയ്ക്ക് ഇരുന്ന് നെവിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ അടുത്തേക്ക് ചെന്നിട്ട് എടാ പയ്യെ തിന്നടാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ സംഭാഷണത്തിലാണ് നെവിൻ അനുമോളുടെ അടുത്ത് മാപ്പ് പറയുന്നത്. നെവിൻ ആദ്യം പറയുന്നുണ്ട്, എടി അനുമോളെ, ഞാൻ മിക്കവാറും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിൻ്റെ ഫാൻസ് എന്നെ കത്തിക്കാൻ നിൽപ്പുണ്ടായിരിക്കും, എൻ്റെ കോലം കത്തിക്കുന്നുണ്ടായിരിക്കും, എന്നെ കല്ലുവാരി എറിയാൻ നിൽപ്പുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നെവിൻ പറയുന്നു. അപ്പോൾ അനുമോൾ പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, ഇവിടെ തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്, എല്ലാവരും തന്നെ തെറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, അതെ, അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങ് എടുക്കത്തേ ഉള്ളൂ, എനിക്ക് നിൻ്റെ അടുത്ത് എന്തായാലും യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അനുമോളെ ഹഗ് ചെയ്തുകൊണ്ട് നെവിനൊരു സോറിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഏകദേശം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഇവർക്ക് ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരാഴ്ചയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരാഴ്ചയിൽ ഇനി വരാൻ പോകുന്ന ഒരാഴ്ച കഴിയുമ്പോൾ പുറത്തേക്ക് എവിക്റ്റായി പോയ മത്സരാർത്ഥികളെല്ലാം തിരികെ വന്ന് മൊത്തത്തിലൊരു ഹാപ്പി വൈബിൽ നിൽക്കാൻ പോകുന്ന ഒരാഴ്ചയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഏകദേശം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴും ആദിലിന് നൂറായിട്ടുള്ള പ്രശ്നം അതേപടി നിലനിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ആലോചിച്ചിട്ടായിരിക്കാം ഈ നെവിൻ ഇങ്ങനെ വന്ന് മാപ്പൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്തിരുന്ന് ചങ്കുപൊട്ടി കരയുകയാണ് അനുമോള്. എന്തായാലും ആദിലിന് നൂറായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി അവസാനിക്കുമോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും